അങ്ങനെ എന്തും ഖുർആനും ഹദീസും ഓതി പറയുമ്പോൾ അത് സഹാബാക്കൾ പറഞ്ഞതുപോലെ ആയിരിക്കണം, എന്നാലേ അതെന്താവുള്ളൂ, ദീനാവും. അതല്ലാത്തതൊക്കെ ബിദ്അത്താണ്, ദലാലത്താണ്, വഴികേടാണ്. അത് ഇസ്ലാമല്ല, അത് ദീനല്ല. ഇദ്ദേഹം തൈസലത്ത് ബിൻ മയ്യാസ് ഖവാരിജികളുടെ കൂടെ കുറെ താമസിച്ചു. ആ സഹവാസം എന്താക്കി, ഇദ്ദേഹത്തിന് അവരുടെ കുറെ ചിന്തകൾ ഇട്ട് കൊടുത്തു. എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ എപ്പോഴും മൻഹജ് സലഫ് അംഗീകരിച്ച ആളുടെ കൂടെ കൂടാൻ പാടുള്ളൂ. സലഫിയത്ത് എന്താണെന്ന് അറിഞ്ഞ ആൾക്കാരുടെ കൂടെ കൂടാൻ പാടുള്ളൂ. മറ്റു ബിദഅയുടെ കൂടെ കൂടാൻ പാടില്ല. കാരണം അതൊരു തഅസ്സുർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവരുടെ രീതികൾ, അവരുടെ സംസാരം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തഅസ്സുർ ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇദ്ദേഹത്തിന് സംശയം തീർക്കണം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു,